നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുറഞ്ഞ വൈദ്യുതി, പവർഫുൾ പമ്പിംഗ്, സിനിക്കോൺ പമ്പ്സ്. സംസ്ഥാനം പക്ഷിപ്പനി ഭീതിയിൽ. കുട്ടനാട്ടിൽ 2 ലക്ഷത്തോളം വളർത്തുപക്ഷികളെ കൊന്നൊടുക്കാൻ നിർദ്ദേശം. പനിമേഖലയിൽ ഇറച്ചിക്കും മുട്ടയ്ക്കും നിരോധനം. കോട്ടയത്ത് കോഴികൾക്കും രോഗബാധ. മനുഷ്യരിലേക്ക് പടരാതിരിക്കാൻ സർക്കാർ അടിയന്തര നടപടികളിലേക്ക്. പക്ഷികളെ കൊല്ലാൻ വിസമ്മതിച്ച് കർഷകർ. ബാർഗോഴ ആരോപണത്തിൽ വിജിലൻസ് കെ എം മാണിയുടെ മൊഴിയെടുത്തു. ക്വിക്ക് വെരിഫിക്കേഷൻ വിജിലൻസ് പൂർത്തിയാക്കുന്നു. 2 സ്റ്റാർ 3 സ്റ്റാർ ബാറുകൾക്ക് ഡിസംബർ 12 വരെ പ്രവർത്തനം തുടരാമെന്ന് ഹൈക്കോടതി. ടൈറ്റാനിയം കേസിൽ ആരെയൊക്കെ പ്രതി ചേർക്കണമെന്ന് വിജിലൻസിന് തീരുമാനിക്കാമെന്ന് കോടതി. കൂത്തുപറമ്പ് വെടിവയ്പിൽ MV രാഘവനെ പരാമർശിക്കാതെ CPIM-ന്റെ രക്തസാക്ഷി ദിനാചരണം. വെടിവയ്പ് പോലീസിന്റെ ഗൂഢാലോചനയെന്ന് പിണറായി വിജയൻ. CPIM-ന്റെ നോട്ടം MVR-ന്റെ സ്വത്തിലെന്ന് കെ സുധാകരൻ. കോൺഗ്രസ് നേതൃത്വത്തെ തള്ളി വീണ്ടും ശശി തരൂർ. കള്ളപ്പണ വിഷയത്തിൽ പാർലമെന്റിൽ പ്രതിഷേധിക്കാൻ കൂടിയില്ല. തന്നെ തെരഞ്ഞെടുത്തത് പ്രതിഷേധിക്കാനല്ല എന്ന് ശശി തരൂർ. കൽക്കരി കേസിൽ മൻമോഹൻ സിംഗിനെ ചോദ്യം ചെയ്യാത്തത് എന്തെന്ന് കോടതി. കശ്മീർ നിയമസഭയിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ്. പല മണ്ഡലങ്ങളിലും 70% വരെ പോളിംഗ്. വോട്ടെടുപ്പ് സമാധാനപരം. ജാർഖണ്ഡിലും ആദ്യഘട്ട പോളിംഗ് സമാധാനപരം. സംസ്ഥാനത്ത് പക്ഷിപ്പനി തുടരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനം. വൈറസ് ബാധ മനുഷ്യരിലേക്ക് പടരുന്നത് തടയാൻ ആവശ്യമായ പ്രതിരോധ മരുന്നുകൾ അടിയന്തരമായി എത്തിക്കും. കർഷകർക്കുള്ള നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കാനും ഉന്നതതല യോഗം തീരുമാനിച്ചു. പക്ഷിപ്പനി സ്ഥിരീകരിച്ച പഞ്ചായത്തുകളുടെ 10 കിലോമീറ്റർ ചുറ്റളവിൽ ഇറച്ചി, മുട്ട തുടങ്ങിയവയുടെ വിൽപ്പന പൂർണ്ണമായും നിരോധിച്ചു. പക്ഷിപ്പനി സ്ഥിരീകരിച്ച പ്രദേശങ്ങളിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് വ്യത്യസ്തമായ പദ്ധതികൾക്കാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം രൂപം നൽകിയത്. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി പടർന്ന പഞ്ചായത്തുകളിലെ 1.5 ലക്ഷത്തോളം വളർത്തുപക്ഷികളെ കൊന്നൊടുക്കും. രോഗബാധിത പ്രദേശങ്ങളുടെ 10 കിലോമീറ്റർ ചുറ്റളവിൽ ഇറച്ചി, മുട്ട തുടങ്ങിയവയുടെ വിൽപ്പന കർശനമായി തടയും. 10 കിലോമീറ്റർ ചുറ്റളവിൽ മുട്ട, മാംസം, കോഴിവളം അടക്കം വിൽപ്പന നിരോധിച്ചിരിക്കുകയാണ്. കർഷകർക്കുള്ള നഷ്ടപരിഹാര തുകയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചിക്സിന് കോമ്പൻസേഷൻ എന്ന രൂപത്തിൽ ഒരു ചിക്സിന് 2 മാസം പ്രായം കുറവുള്ളതിന് 75 രൂപയും 2 മാസത്തിൽ കൂടുതലുള്ളതിന് 150 രൂപയും കോമ്പൻസേഷൻ നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ നിന്ന് വളർത്തുപക്ഷികളെ മറ്റു ജില്ലകളിലേക്ക് കടത്തുന്നത് കർശനമായി തടയും. ഇതിനായി റവന്യൂ, ട്രാൻസ്പോർട്ട്, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന കർശനമാക്കും. അണുബാധ മനുഷ്യരിലേക്ക് പടരുന്നത് തടയാൻ കൂടുതൽ പ്രതിരോധ മരുന്നുകൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിക്കാനും ആവശ്യാനുസരണം മരുന്നുകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ മരുന്ന് കമ്പനികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്താനായി കേന്ദ്ര ആരോഗ്യവകുപ്പിൽ നിന്ന് 3 സംഘം കേരളത്തിലെത്തും. പക്ഷിപ്പനി പടർന്ന ജില്ലകളിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെയും ആരോഗ്യവകുപ്പിന്റെയും കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കാനും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. പക്ഷിപ്പനി സംബന്ധിച്ച് ജനങ്ങൾക്ക് യാതൊരു ആശങ്കയും വേണ്ടെന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രോഗവ്യാപനം തടയുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ നാളെ തന്നെ ആരംഭിക്കും. ഇതിന്റെ ഭാഗമായി കർഷകർക്ക് പഞ്ചായത്ത് തലത്തിൽ ബോധവൽക്കരണ ക്ലാസ് നൽകും. നഷ്ടപരിഹാര തുക ഉയർത്തുന്നത് സംബന്ധിച്ച് നാളത്തെ ക്യാബിനറ്റ് യോഗം ചർച്ച ചെയ്യുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം IMA മീഡിയ സെൽ ചെയർമാൻ ഡോക്ടർ ടി സുരേഷ്, താറാവ് കർഷകൻ കുഞ്ഞുമോൻ, KP മോഹനൻ കൃഷിമന്ത്രി, VS ശിവകുമാർ ആരോഗ്യമന്ത്രി, തോമസ് ചാണ്ടി MLA, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആദ്യം ടെലിഫോൺ ലൈനിൽ. ശ്രീ രമേശ് ചെന്നിത്തല, താറാക്കൾക്ക് H5 ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസാണ് ബാധിച്ചിരിക്കുന്നത് എന്നാണ് ഭോപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടെത്തിയത്. തീവ്രത ഏറിയതാണ് എന്ന് ആരോഗ്യവകുപ്പും പറയുന്നു. സർക്കാർ എങ്ങനെ നേരിടാനാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ആശങ്കയുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ നേരിടാൻ ഉദ്ദേശിക്കുന്നത് എഫക്ട് ചെയ്ത ഏരിയയെ ഏതാണെന്ന് കണ്ടെത്തി അവിടെ അതിന്റെ നടപടി ആദ്യം സ്വീകരിക്കാനുള്ളതാണ്. അപ്പൊ ആലപ്പുഴ ജില്ലയിൽ 4 പഞ്ചായത്തിൽ മാത്രമാണ് ഇത് കണ്ടത്. അപ്പൊ അവിടെ അതിനുള്ള നടപടികൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിലേക്ക് അത് പടരാതിരിക്കാൻ വേണ്ടി ബേഡ്സ് ട്രാഫിക്കിംഗ് നമ്മൾ പൂർണ്ണമായും നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും റവന്യൂ വകുപ്പും ആഭ്യന്തര വകുപ്പും എല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനം നടന്നു വരികയാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു വലിയ തോതിലുള്ള ഒരു ഭയാനകമായ അന്തരീക്ഷമുണ്ട് എന്ന് വരുത്താൻ ശ്രമിക്കുന്ന ഒട്ടും ഗുണകരമായ കാര്യമല്ല. ഇതിന്റെ സെൻസിറ്റിവിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ശക്തമായ നടപടി ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. നഷ്ടപരിഹാര തുക കൂട്ടാനുള്ള നടപടികൾ നാളെ ക്യാബിനറ്റ് ചർച്ച ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആശങ്കയുടെ കാര്യമില്ല. ഇതിനകത്ത് മനുഷ്യരിലേക്ക് പടരുന്ന തരത്തിലേക്ക്
ഉള്ളൊരു വൈറസായി ഇതിനെ ഞങ്ങൾ എന്തുകൊണ്ടാണ് ആശങ്കയുടെ കാര്യമില്ല എന്ന് പറയുന്നത്? H5 ഏവിയൻ ഇൻഫ്ലുവൻസ എന്ന വൈറസ് ആശങ്കപ്പെടേണ്ട വൈറസ് അല്ലേ? അല്ല, അതുണ്ടായ സ്ഥലങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നില്ല. ആ 4 സ്ഥലങ്ങളിലാണ് കണ്ടെത്തിയത്. അപ്പൊ അവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ നടപടികൾ അവിടെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ മറ്റു സ്ഥലങ്ങൾ സേഫ് ആക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഞങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. നമുക്ക് WHO നിർദ്ദേശമുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് H5 ഏവിയൻ ഇൻഫ്ലുവൻസ പോലുള്ള വൈറസ് ഏതെങ്കിലും ചെറിയ ഭാഗത്ത് പോലും പടരുകയാണ് എങ്കിൽ അത് ആകെ തന്നെയായി കണക്കാക്കുകയും ആ മേഖലയിലെ ആകെ പക്ഷികളെ ചുട്ടരിച്ചു കൊല്ലുക എന്ന സമീപനമല്ലേ നാം സ്വീകരിക്കേണ്ടത്? അതല്ലേ ഇന്ന് രാവിലെ ചേർന്ന യോഗത്തിന് ശേഷം മന്ത്രിമാർ പറഞ്ഞത്? ഏതാണ്ട് 2 ലക്ഷത്തോളം പക്ഷികളെ അങ്ങനെ തന്നെ ചുട്ടരിച്ചു കൊല്ലേണ്ടി വരുമെന്ന്. അല്ല, നമ്മൾ അങ്ങനെ ഒരു നല്ല വിലയിരുത്തൽ അതിനെ എടുക്കുന്നത് ശരിയല്ല. കാരണം WHO ഗൈഡ് ലൈൻസ് പൂർണ്ണമായി പാലിക്കും. പക്ഷെ ഇത് വൻതോതിൽ പടർന്നു പിടിച്ചു എന്നുള്ള വാർത്ത ശരിയല്ല. ഞങ്ങളിന്ന് കർഷകരുമായും മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമായും എല്ലാ ഉദ്യോഗസ്ഥന്മാരുമായും ഞങ്ങൾ ചർച്ച നടത്തിയതെന്ന് കിട്ടിയ ഒരു ഫീലാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും WHO ഗൈഡ് ലൈൻസ് പാലിക്കും. അതുകൊണ്ട് തന്നെ ആ പർട്ടിക്കുലറായ സ്ഥലത്ത് നിന്ന് വ്യാപിക്കാതിരിക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ പ്രധാനമായി കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു അവ്യക്തതയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാവിലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേരുകയും കൃഷിമന്ത്രിയും ആരോഗ്യമന്ത്രിയും സംയുക്തമായി വാർത്താലേഖകരെ കാണുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിലാണ് ഇത് തീവ്രതയേറിയതാണ് എന്ന നിലയിൽ ഗവൺമെന്റ് ഈ വിഷയത്തെ അവതരിപ്പിച്ചത്. വൈകിട്ടാകുമ്പോൾ ഇതിന് തീവ്രതയില്ല എന്ന നിലപാടിലേക്കാണോ താങ്കൾ വരുന്നത്? അല്ല, തീവ്രത ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ അത് പടർന്നു പിടിക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും കൈക്കൊണ്ട സാഹചര്യത്തിൽ ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കണ്ട എന്നത് ശരി തന്നെ. പക്ഷെ എങ്കിൽ പോലും 1.5 ലക്ഷത്തോളം പക്ഷികളെ ആകെ ചുട്ടരിച്ചു കൊല്ലേണ്ട അതിമാരകമായ വൈറസാണ് ബാധിച്ചത് എന്ന നിലയിലാണ് രാവിലെ കാര്യങ്ങൾ പറഞ്ഞതെങ്കിൽ വൈകിട്ടാവുമ്പോൾ അത് മാറുന്നുണ്ടോ? അല്ല, വൈകിട്ടാവുമ്പോൾ മാറുകയല്ല. വെറുതെ ആവശ്യമില്ലാതെ കോൺട്രവേഴ്സി നികേഷൻ ഉണ്ടാക്കണ്ട. അങ്ങനെ ജനങ്ങളിൽ പരിഭ്രാന്തിയും പരത്തുന്നത് ശരിയല്ല. ആ ഐഡന്റിഫൈ ചെയ്ത സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇത് പടരാതിരിക്കാനുള്ള നടപടികളും ഞങ്ങൾ കൈക്കൊള്ളുന്നുണ്ട്. അത് എഫക്റ്റീവായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ഇത് ടൂറിസം സീസണാണ്. 1-2 ഇടത്ത് താറാക്കൾ ചത്തത് വൻതോതിൽ മാധ്യമ ശ്രദ്ധ ആകർഷിച്ചത് നമ്മുടെ ടൂറിസം സീസണിനെ തന്നെ ബാധിക്കും എന്നതുകൊണ്ടാണോ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചു കൊണ്ടുവരുന്നത്? അങ്ങനെയല്ല, അങ്ങനെ പാനിക് സിറ്റുവേഷൻ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം ഞങ്ങൾ എല്ലാ പഞ്ചായത്ത് മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചു. അവിടെയൊന്നും ഇതില്ല. ഒരു സ്ഥലത്തുണ്ടായി എന്ന് ഞാൻ സ്ഥലം പറയുന്നില്ല, അവിടെ മറ്റൊരു സ്ഥലത്തുനിന്ന് കൊണ്ട് ചത്ത താറാവിനെ ഇട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ആ ട്രാഫിക്കിംഗ് ഓഫ് ബേർഡ്സ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതില്ലാതാക്കാനും ഞാൻ ആ ഏരിയയിലൊക്കെ പോയിട്ടാണ് ഈ സംസാരിക്കുന്നത്. അതുകൊണ്ട് അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസമുണ്ട്. പടരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. WHO ഗൈഡ് ലൈൻസ് അനുസരിച്ചുള്ള നടപടികൾ പോകുന്നുണ്ട്. ബോധവൽക്കരണ നടപടികൾ കൈക്കൊള്ളുന്നുണ്ട്. അതിനാവശ്യമായ എല്ലാ നടപടികൾക്കും കർഷകരുടെ സഹായം ഉറപ്പുവരുത്തുന്നുമുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല, താങ്കൾ ചെന്നിത്തലക്കാരനാണ്. ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ താങ്കൾ നോക്കിക്കണ്ടിട്ടുണ്ടാകും. അതിനപ്പുറത്തേക്ക് ഇതിനൊരു ഹൈപ്പ് കൊടുത്തു പെട്ടെന്ന് ഭോപ്പാലിലേക്ക് അയക്കുന്നു. ഭോപ്പാലിൽ നിന്ന് പക്ഷിപ്പനി എന്ന് കൺഫേം ചെയ്ത് തിരിച്ചു വരുന്നു. പക്ഷിപ്പനി എന്ന് കൺഫേം ചെയ്ത് തിരിച്ചു വരുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ H5N1 എന്ന്, അതായത് മനുഷ്യരിലേക്ക് സംക്രമിക്കുന്ന വൈറസ് കൂടി ഇതിനൊപ്പം ഉണ്ടായിരുന്നു എന്നായിരുന്നു ആദ്യം വാർത്തകൾ പ്രചരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് H5ലേക്ക് മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. N1 എന്ന മനുഷ്യരിലേക്ക് സംക്രമിക്കുന്ന വൈറസ് ഇല്ല എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു ഗൂഢാലോചന താങ്കൾ കാണുന്നുണ്ടോ? ഏതെങ്കിലും ഗൂഢാലോചനയില്ല. N1 ഇല്ല എന്നുള്ള ആദ്യമേ തന്നെ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ ചെന്നിത്തല ഞങ്ങളുടെ ഏരിയയിലാണ്, ചെന്നിത്തല, പള്ളിപ്പാട്, മാന്നാർ, ഈ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ഈ താറാ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഞങ്ങളുടെ ഇത്. നരണം, മാന്നാർ, നരണത്താണ് ഏറ്റവും വലിയ ഡക്ക് ഫാം ഉള്ളത്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് തന്നെയാണ് ഈ കുട്ടനാട്ടിലേക്ക് ഈ താറാവ് കുഞ്ഞുങ്ങളെല്ലാം കൊണ്ടുപോകാറുള്ളത്. പലപ്പോഴും 100-150 ഒക്കെ താറാവുകൾ മരിക്കാറുള്ളത് വസന്ത വന്നും മറ്റു കാരണം ഇത് വെള്ളത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. വെള്ളത്തിലുണ്ടാകുന്ന കണ്ടാമിനേഷനൊക്കെ പലപ്പോഴും ഉണ്ട്. എന്റെ നിയോജകമണ്ഡലത്തിലാണ് ബഹുഭൂരിപക്ഷവും ഈ താറാവ് കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. എന്റെ ഞാൻ തിരിച്ചുള്ള സ്ഥലത്താണ്. ഞങ്ങൾ നിരന്തരമായി ഇത് കാണുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആശങ്കയുടെ ആവശ്യമില്ല. കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന സാഹചര്യമാണ് ഉള്ളത്. N1 ഇവിടെ ഇല്ല.
ആവശ്യമില്ലാത്ത ഭീതി വളർത്തരുത് എന്നല്ലേ ഞാൻ പറയാൻ ഈ കാര്യം. 2004 ഇങ്ങനെ ഒരു പക്ഷിപ്പനി ബാധയെക്കുറിച്ച് സംശയമുണ്ടായിരുന്നു. പക്ഷേ പക്ഷിപ്പനി അല്ല എന്ന് പിന്നീട് അത് സ്ഥിരീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ 2014 ഭോപ്പാലിലേക്ക് അയക്കുകയും അത് പക്ഷിപ്പനിയാണ് എന്ന നിലയിൽ കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് താങ്കൾ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ കണ്ട് താറാക്കൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുക എന്ന സാധാരണ സംഭവം മാത്രമാണ്. അതിനെ ഇങ്ങനെ പക്ഷിപ്പനിയെന്നോ H5 എന്നൊക്കെ സയൻറ്റിഫിക് ടേമിൽ വിശദീകരിച്ച് കൂടുതൽ കുഴപ്പം ഉണ്ടാക്കേണ്ട എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത് എന്നാണോ പറയുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ജനനെ നിസ്സാരവൽക്കരിക്കല്ല. പക്ഷേ അത് കണ്ടെത്തിയ സാഹചര്യത്തിൽ നമ്മൾ ഗവൺമെന്റ് വളരെ അടിയന്തരമായി മുഖ്യമന്ത്രി യോഗം വിളിച്ചു. ഞങ്ങളിവിടെ മന്ത്രിമാരെ ചുമതലപ്പെടുത്തി ഞങ്ങൾ ആ നടപടികൾ കൈക്കൊള്ളുക. നമ്മുടെ ലക്ഷ്യം ഇതെല്ലായിടത്തും പടർന്നു പിടിച്ചൊരു കുഴപ്പമുണ്ടാകാതെ പോവുക എന്നുള്ള, ആളുകളെ ബോധവൽക്കരിക്കുക തുടങ്ങിയിട്ടുള്ള നിരവധിയായ WHO സ്റ്റാൻഡേർഡ് കാര്യങ്ങളെ കൊണ്ടുപോവുകയാണ്. അപ്പം ഇത് ഇപ്പൊ പടർന്നു പിടിച്ച് വ്യാപകമായിട്ടില്ല. അതുകൊണ്ട് തന്നെ തടയാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ആശങ്ക ആവശ്യമില്ല. കാരണം ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പാവപ്പെട്ട കർഷകർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത അവർ നേരിടുന്നുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിന്റെ പ്രശ്നം കൂടിയാണിത്. അതുകൊണ്ടാണ് ഗവൺമെന്റ് അവരെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട്. താറാവ് കർഷകർ പാവപ്പെട്ട ആളുകളാണ്, പണക്കാരൊന്നുമല്ല, പാവങ്ങളാണ്. അവരെ സഹായിക്കാനുള്ള ബാധ്യത ഗവൺമെന്റ് ഏറ്റെടുത്തു. അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് വലിയ തോതിലുള്ള ഒരു പാനിക് സിറ്റുവേഷൻ ആവശ്യമില്ല എന്ന് പറയാൻ കാരണം അതാണ്. അതെ, ആയിക്കൊള്ളട്ടെ. ഞാൻ അവസാനമായ ഒരു ചോദ്യം കൂടി ചോദിച്ചോളട്ടെ. 14 കേന്ദ്രങ്ങളിലെ പക്ഷികളെ ആകെ തന്നെ ചുട്ടരിച്ച് കൊല്ലേണ്ടി വരും എന്ന നിലയിലാണ് ഗവൺമെൻറ് ഇതുവരെ നൽകിയ വിശദീകരണം. അതായത് 1.5 ലക്ഷത്തോളം പക്ഷികളെ ആകെ ചുട്ടരിക്കേണ്ടി വരും എന്നാണ് KP മോഹനൻ വ്യക്തമാക്കിയത്. അതിലേക്ക് തന്നെയാണോ ഗവൺമെൻറ് പോകുന്നത്? ആലപ്പുഴ ജില്ലയിൽ 4 സ്ഥലത്താണുള്ളത്. 4 സ്ഥലത്തെ കാര്യങ്ങൾ അതാത് മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥന്മാരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും നടപടികൾ നാളെ മുതൽ സ്വീകരിക്കും. അത് എത്രയുണ്ട് എന്ന് എനിക്കറിയില്ല. ഏതായാലും നാളെ മുതൽ ഈ 4 സ്ഥലത്തെ കാര്യങ്ങളിൽ വ്യക്തമായ തീരുമാനം ഞങ്ങൾ ഉണ്ടാക്കും. മിനിസ്റ്റർ, 14 കേന്ദ്രങ്ങളിൽ വളർത്തുപക്ഷികളെയും ജില്ലകളുടെ കാര്യം 3 ജില്ലകളുടെ കാര്യമായിരിക്കും പറഞ്ഞത്. ആലപ്പുഴ ജില്ലയിൽ ഐഡന്റിഫൈ ചെയ്ത 3 സ്ഥലങ്ങളെ ഉള്ളൂ. വളരെ നന്ദി താങ്കൾ ഈ കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിച്ചതിന്. ഇപ്പോൾ കുഞ്ഞുമോനും ഒപ്പം തന്നെ ഡോക്ടർ T. സുരേഷും. ശ്രീ കുഞ്ഞുമോൻ, ഇത് പക്ഷിപ്പനിയാണ് എന്ന വിലയിരുത്തലിലാണോ നിങ്ങളുള്ളത്? പക്ഷിപ്പനിയാണ് എന്ന് നമുക്കൊന്ന് പറയാനൊക്കത്തില്ല. ഇതിനു മുമ്പേയും ഇത് കണക്ക് തന്നെ 4 വർഷം മുമ്പേയും ഇതിങ്ങനെ വന്നിട്ടുണ്ട്. എല്ലാ വർഷവും ഇത് കണക്കൊക്കെ തന്നെ പോകുന്നുണ്ട്. അപ്പോഴൊന്നും ഇത് പക്ഷിപ്പനിയാണ് അല്ല എന്നും പറയാനൊക്കത്തില്ല. ഒരു 5 വർഷം മുമ്പേ ഈ അസുഖം തന്നെ എൻ്റെ താറാവിന് തന്നെ വന്നായിരുന്നു. അതായത് ഒരു ഡോളോമൈറ്റ് എന്ന ഒരു പൊടി പാടത്തിട്ടപ്പം അതിൽ നിന്നുണ്ടായതാണെന്നാണ് ഞങ്ങൾ ധരിച്ചിരുന്നത്. അതിനെ കണ്ണ് കാണാൻ മേല. അത് കഴിഞ്ഞ് അതിനെ അടിച്ചു കൂട്ടാൻ വലിയ പാടുപെട്ടു. അങ്ങനെ അതിനെ കൊണ്ടുവന്നു. ഞങ്ങൾ അതിനെ സംരക്ഷിച്ചു. അതിനെ മരുന്ന് കൊടുത്തു. കുറച്ച് പകുതിയോളം പോയി. അത് കഴിഞ്ഞപ്പോൾ ഇത് പിന്നെ അതിൻ്റെ അങ്ങ് മാറി. ഇതൊരു സീസൺ പോലെ ഇത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു കാലാവസ്ഥയുടെ ചേഞ്ച് പോലെ ഇതങ്ങ് വന്നു. ആ ഒരു കൂട്ടം താറാവിന് ഞങ്ങൾക്കത് കണ്ടു. അത് കണക്ക് തന്നെ വേറൊരാളുടെ ഒരു ചോവാലി എന്ന് പറയുന്ന ആളുടെ താറാവിനും ഇത് കണക്ക് തന്നെ കണ്ടു. ഇങ്ങനെ 2 പേരുടെ താറാവിനെ അന്ന് ഇത് കണ്ടിട്ടുള്ളൂ. VS ശിവകുമാർ ആരോഗ്യമന്ത്രി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ VS ശിവകുമാർ, രാവിലെ താങ്കൾ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ 1.5 ലക്ഷത്തോളം പക്ഷികളെ കൊന്നൊടുക്കേണ്ടി വരും എന്നും മൃഗസംരക്ഷണ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 14 കേന്ദ്രങ്ങളിൽ പക്ഷികളെ കൊല്ലേണ്ടി വരും. ദ്രുതകർമ്മസേന രൂപീകരിച്ചു. 5 കിലോമീറ്റർ ചുറ്റളവിൽ ബഫർ സോൺ തയ്യാറാക്കിയിട്ടുണ്ട്. മാത്രമല്ല പക്ഷിക്കടത്ത് നിരോധിച്ചു തുടങ്ങിയ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ പറഞ്ഞെങ്കിൽ വൈകുന്നേരമാകുമ്പോൾ കാര്യങ്ങൾ മാറിമറിയുന്നുണ്ടോ? ഇതത്ര വലിയ ഗൗരവമുള്ള വിഷയമല്ല എന്നും സാധാരണഗതിയിൽ പക്ഷികൾ ചത്തൊടുങ്ങുന്ന തരത്തിൽ ഇതിനെ കണ്ടാൽ മതി എന്നും വെറുതെ പറഞ്ഞ് പൊലിപ്പിച്ച് നമ്മൾ ബാക്ക് വാട്ടർ ടൂറിസത്തെ ബാധിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ കുഴപ്പിക്കേണ്ട എന്നുമുള്ള ഒരു പുനർചിന്ത ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? ഇതിന്റെ ഒരു വാർത്തകൾ എന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അടിയന്തരമായിട്ട് തന്നെ ഇന്നലെ ആരോഗ്യവകുപ്പ് യോഗം ചേർന്നിരുന്നു. ഇന്ന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ യോഗം ചേർന്ന് വൈകുന്നേരം ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തിട്ടുള്ള ഒരു മേഖല എന്നുള്ള രീതിയിൽ ഞങ്ങൾ അവിടെ മീറ്റിംഗ് വിളിച്ചു ചേർത്തു. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ അവിടെ ജനപ്രതിനിധികൾ ഇതിന്റെ
ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതിന് ആക്ഷനിലേക്ക് പോകുമ്പോൾ പല പ്രൊട്ടസ്റ്റും ഈ താറാവ് കർഷകരിൽ നിന്നും ഉണ്ടാകുന്നതായിട്ടുള്ള വാർത്ത വന്ന ഒരു പശ്ചാത്തലത്തിലാണ് അവിടെ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ, താറാവ് കർഷകർ ഉൾപ്പെടെയുള്ള ആളുകളെ, ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ നമ്മൾ ഒരു വിപുലമായ യോഗമാണ് അവിടെ ആലപ്പുഴയിൽ ചേർന്നത്. സ്വാഭാവികമായും ഈ താറാവ് കർഷകർ എന്ന് പറഞ്ഞ് അവിടെ എത്തിയിട്ടുള്ള ആളുകൾ അവരുടേതായിട്ടുള്ള പരിദേവനങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറയും. പാവപ്പെട്ട ആളുകളാണ്, ലോണെടുത്ത് ഈ താറാവ് കൃഷി നടത്തുന്നതാണ്. അവർക്ക് അതിന് വേണ്ടുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ അവർ പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളെയും വെറ്ററിനറി ഡിപ്പാർട്ട്മെന്റ് മിനിസ്റ്റർ, ഞാൻ ചോദിച്ചത് രാവിലെ വലിയ തോതിൽ ഗവൺമെന്റ് തയ്യാറെടുക്കുന്നതായി തോന്നിയിരുന്നു. പക്ഷെ വൈകിട്ടാകുമ്പോഴേക്കും ഇത് 2 or 3 കേന്ദ്രങ്ങളിൽ അതിന്റെ ഒരു യഥാർത്ഥ നിജസ്ഥിതി അതിന് ഔദ്യോഗികമായിട്ട് വെറ്ററിനറി ഡിപ്പാർട്ട്മെന്റ് അതെടുക്കും. സ്ഥലം MLA തോമസ് ചാണ്ടി നമ്മുടെ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ തോമസ് ചാണ്ടി, ഇപ്പോൾ കർഷകർ അവർക്ക് ചില വാദങ്ങൾ ഉണ്ടാകും. ഞങ്ങളുടെ പക്ഷികൾക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്ന രോഗങ്ങളാണിത് എന്ന് സംബന്ധിച്ച് അവർക്ക് ശാസ്ത്രീയമായ അടിത്തറയൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ താറാക്കൾ കഴിഞ്ഞ കൊല്ലവും ചത്തത്, അതിന് മുമ്പത്തെ കൊല്ലവും ചത്തത് എന്നൊക്കെ അവർ പറയും. പക്ഷെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വൈറസ് മനുഷ്യരിലേക്ക് വ്യാപിക്കാതിരിക്കാൻ നോക്കുക. ഓർക്കുക, ഇത് മനുഷ്യരിലേക്ക് വ്യാപിച്ചാൽ ഇന്ത്യയുടെ ഇമേജ് എന്തായിരിക്കും? ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ബാക്ക് വാട്ടർ എന്നൊരു പ്രശ്നം മാത്രമാണ്, അല്ലെങ്കിൽ അവിടുത്തെ ടൂറിസം മാത്രമാണ് നോക്കുന്നതെങ്കിൽ ഇന്ത്യയെ ആകെ തന്നെ അപമാനത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയേക്കാവുന്ന വൈറസ് മനുഷ്യരിലേക്ക് പ്രവഹിച്ചു കഴിഞ്ഞാൽ അത് ഒഴിവാക്കാനല്ലേ നാം ശ്രമിക്കേണ്ടത്? നികേഷ്, ഞാനൊരു കുട്ടനാട്ടുകാരനാണ്. എൻ്റെ പിതാക്കന്മാർ ഞങ്ങളിപ്പം താമസിക്കുന്ന ദേശത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട് 450 കൊല്ലമായി. അപ്പം എൻ്റെ ഒരു ഓർമ്മയിൽ കഴിഞ്ഞ 50 വർഷത്തെ നല്ല ഓർമ്മ എനിക്കുണ്ട്. ഇതൊക്കെ ഒരു സാധാരണ സംഭവമാണ്. 1000 താറാവ് കട്ടക്കുഴിക്കാരുടെ ചത്തു, 2000 താറാവ് വൻപള്ളിക്കാരുടെ ചത്തു, 3000, ഇതൊക്കെ സാധാരണ എത്രയോ കാലമായി കേൾക്കുന്നു. ഇപ്പോൾ അവിടെ മൊത്തത്തിൽ വലിയ ഒരു ഭീതി പരത്താനുള്ള ഒന്നും സംഭവിച്ചിട്ടില്ല. 4 പഞ്ചായത്തിലാണ്. ഞാൻ ഇന്നലെ നിങ്ങളുടെ ചാനലിൽ കൂടെ കേട്ടപ്പോൾ തന്നെ താവറാവ് വളർത്ത് കേന്ദ്രങ്ങൾ മുട്ടാർ, വിയപുരം എല്ലാം ഓടി നടന്നിട്ടും അവിടെ അങ്ങ് ഒരു കർഷകന്റെ ഒരു താറാവും ചത്തായിട്ട് അറിഞ്ഞില്ല. പിന്നാണ് അറിഞ്ഞത് ഇങ്ങനെ ആലപ്പുഴ പട്ടണത്തിന്റെ ഭാഗമായ ഭഗവതിപ്പാടം തോമസ് ഐസക്കിന്റെ മണ്ഡലത്തിൽ ഒരു 10,000 താറാവ് ഒരുമിച്ച് ഒരു പാടത്ത്, അവിടാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പക്ഷികൾ വരുന്ന സ്ഥലം. ശരിയാണ്, ഈ ദേശാടന പക്ഷികൾ വരുന്ന ഒരു സ്ഥലമാണ്. സൈബീരിയയിൽ നിന്നും ലോകത്തെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നും ദേശാടന പക്ഷികൾ വരും. സൈബീരിയയിൽ നിന്ന് വരുന്ന പക്ഷി ഒന്ന് കേട്ടോ, ഇതൊന്ന് എല്ലാവരും ജനം അറിഞ്ഞിരിക്കേണ്ടതാണ്. KP മോഹനൻ, ഏവിയൻ ഡിസീസസ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി 21-ാം തീയതി മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. അസുഖം മൂലം ചത്ത താറാവുകൾക്ക് പക്ഷിപ്പനിയാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ട് സർക്കാർ മുഖവിലക്കെടുക്കാൻ തയ്യാറായില്ല എന്ന് പറയുന്നത് ശരിയാണോ? ശരിയൊന്നുമില്ല. അങ്ങനെയൊന്നും നമുക്ക് കിട്ടിയ 19-ാം തീയതിയാണ് ഇങ്ങനെ പക്ഷിപ്പനി ഉണ്ട് എന്നതിന്, പക്ഷിപ്പനിയാണ് അല്ലെങ്കിൽ പക്ഷികൾക്ക് രോഗം ബാധിച്ചതായിട്ടുള്ള റിപ്പോർട്ട് കിട്ടിയത്. അന്ന് തന്നെ അതിന് സാമ്പിൾ എടുത്ത് അയച്ച് ഇന്നലെയാണ് H5 ആണെന്നുള്ളത് കൺഫേം ചെയ്തുകൊണ്ട് ഡൽഹി ഭോപ്പാലുള്ള ഇതിന്റെ മന്ത്രാലയത്തിൽ നിന്നുള്ള വിവരം കിട്ടിയത്. അത് പ്രകാരം അവിടുന്ന് തന്നെ ആളെ അയച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ആള് വന്നിട്ടുണ്ട്, ഡോക്ടർമാരും വിദഗ്ധരും വന്നിട്ടുണ്ട്. ഇനിയിപ്പോ കേന്ദ്ര ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വിദഗ്ധർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി നമുക്ക് ജനത്തെയും ഒപ്പം ഈ പക്ഷികളെയും കൂടുതൽ വ്യാപനത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല ശക്തമായ ഇടപെടലാണ് ആരോഗ്യ വകുപ്പും കൃഷി വകുപ്പും പഞ്ചായത്ത് വകുപ്പും ഒക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. ആയിക്കൊള്ളട്ടെ. ഇതിനകത്ത് നമുക്കിപ്പോൾ പ്രധാനമായും ഒന്ന് H5 ഏവിയൻ ഇൻഫ്ലുവൻസ മാത്രമാണുള്ളത് എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. അത് മനുഷ്യരിലേക്ക് സംക്രമിക്കുന്ന വൈറസ് അല്ല. പക്ഷേ ഇന്ന് രാവിലെ പത്രങ്ങളിലായിക്കൊള്ളട്ടെ, ഇന്നലെ ടെലിവിഷൻ ചാനലുകളിലായിക്കൊള്ളട്ടെ ചർച്ച ചെയ്തത് അതിൽ N1-ൻ്റെ സാധ്യതയോ N2-ൻ്റെ സാധ്യതയോ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ വൈകിട്ടാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഭോപ്പാലിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉറപ്പാക്കി പറഞ്ഞിട്ടുണ്ടോ N-ൻ്റെ വർഗത്തിലുള്ള ഒരു വൈറസും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ മനുഷ്യരിലേക്ക് ഇത് സംക്രമിക്കുമെന്ന് യാതൊരു വിധത്തിലും നമുക്ക് ആശങ്കപ്പെടേണ്ടതില്ല എന്ന നിലയിൽ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കാൻ കൃഷിമന്ത്രി താങ്കൾ തയ്യാറാണോ?
വിദഗ്ധരായ ഡോക്ടർമാർ അടക്കം പറഞ്ഞത് H5 ആണെങ്കിൽ പോലും നമ്മൾ ഇത് മനുഷ്യരിലേക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് മനുഷ്യരിലേക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് ആന്റി ഫ്ലൂ ടാബ്ലറ്റ് അടക്കം കഴിച്ചിട്ട് മാത്രമേ ഇതിന്റെ ആളുകൾ ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെടാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആന്റി ഫ്ലൂ ടാബ്ലറ്റ് അടക്കം ഇന്ന് വരുത്തിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് വിദഗ്ധരായ ആളുകൾ തന്നെയാണ് പറയുന്നത്. ഹെൽത്തിന്റെ സെക്രട്ടറിയും അതുപോലെ തന്നെ ഹെൽത്ത് ഡയറക്ടറും അതുപോലെ തന്നെ കേന്ദ്ര നിരീക്ഷകരടക്കം പറയുന്നത് കൂടുതൽ മരുന്നുകൾ ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവരികയാണ്. തുടരുക, വ്യക്തമാണ് ആ കാര്യം താങ്കൾ പറയുന്നത്. എനിക്ക് വ്യക്തതയുണ്ട്. പക്ഷേ ശ്രീ തോമസ് ചാണ്ടി, ഇവിടെ മന്ത്രി പറയുന്നത് വ്യക്തമാണ്. H1 ഏവിയൻ ഇൻഫ്ലുവൻസ ആണ്, അത് മനുഷ്യരിലേക്ക് വേണമെങ്കിൽ സംക്രമിക്കാം. അപ്പോൾ സ്വാഭാവികമായും ആശങ്കപ്പെടേണ്ട വിഷയം തന്നെ നമ്മുടെ മുന്നിലുണ്ട്. മാത്രമല്ല ഇതിൻ്റെ സിംറ്റംസ് എല്ലാം തന്നെ ഈ ചുണ്ടുകൾ, അതായത് താറാക്കളുടെ ചുണ്ടുകൾ അത് വിറച്ച് തല വെട്ടി മരിക്കുക എന്നുള്ളത് H5-ൻ്റെ മാത്രം സിംറ്റമാണ് എന്നിരിക്കെ എന്തുകൊണ്ടാണ് വീണ്ടും ആശങ്കപ്പെടേണ്ടതില്ല എന്നും അവിടെ കുറച്ച് താറാക്കളുണ്ടല്ലോ അതിനെ മാത്രം ചുട്ടരിച്ച് കൊന്നാൽ മതി എന്ന നിലപാടിലേക്ക് പോകാൻ കാരണം? നികേഷ്, ഇന്ന് ഈ മൃഗസംരക്ഷണ വകുപ്പിന്റെ ഡയറക്ടർ അവിടെ മൈക്ക് കൂടെ പറഞ്ഞത്, ഇന്ത്യയിൽ ഇന്ന് വരെ പക്ഷിപ്പനി പല സ്റ്റേറ്റിലും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് വരെ ഇന്ത്യയിൽ ഒരാളും മരിച്ചിട്ടില്ല ആ പക്ഷിപ്പനി കൊണ്ട്. ഇതിനകത്ത് അത് അദ്ദേഹം പറഞ്ഞതിനകത്ത് അല്പവാസ്തവമുണ്ട്. കാരണം ഞാൻ ചോറ്റുപാത്രവും പിടിച്ച് ബാഗും പിടിച്ച് സ്കൂളിലേക്ക് കണ്ടത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ ഇപ്പൊ നിങ്ങൾ ചാനലിൽ കാണിച്ച താറാവ് പിടയ്ക്കുന്നത് എന്റെ ജീവിതത്തിൽ ഒരു കൂട്ടമായിട്ടൊരു 10-20 താറാവ് കിടന്നൊരു കൂട്ടത്തിനകത്തു നിന്ന് മാറിക്കിടന്ന് പിടയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ എന്ന് ഈ താറാവുകാരോട് പറയുന്നത് നിങ്ങളുടെ താറാവ് അവിടെ കിടന്ന് ചാകാൻ പോകുമെന്ന് പറയും. എന്നിട്ട് അവർ ഓടി വന്നിട്ട് ഇതിനെ പെറുക്കി മാറ്റുന്നതും ബാക്കിയുള്ളവരെ കൊണ്ട് പോകുന്നു ഒക്കെ. അപ്പം എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിൽ ഇത് ഒരു സാധാരണ സംഭവമാണ് കുട്ടനാട്ടിൽ. എന്നാലും ഇപ്പം ഈ ഹൈടെക് ലാബോറട്ടറി ഒക്കെ ഉള്ള സ്ഥിതിക്ക് H5O വേറെന്തെങ്കിലും ഉണ്ടെന്നുള്ള കണ്ടുപിടിച്ചാൽ തീർച്ചയായും നിങ്ങൾ പറയുന്നത് അംഗീകരിച്ചേ പറ്റൂ. എനിക്ക് അതിനകത്ത് ഒരു ചെറിയ സംശയമുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ ഡോക്ടർ ടി സുരേഷിലേക്ക് പോയി താങ്കളിലേക്ക് മടങ്ങിയത്. ഡോക്ടർ ടി സുരേഷ്, 2014 ഈ ലബോറട്ടറിയൊക്കെ കണ്ടെത്തിയത്? ഇപ്പോൾ ഈ ചുണ്ട് വിറച്ച് മരിക്കുന്ന താറാക്കൾ H5 ഏവിയൻ ഇൻഫ്ലുവൻസ ആണ് എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഇപ്പോൾ മാത്രമാണോ കഴിയുന്നത്? മുമ്പ് താറാക്കൾ ചത്തപ്പോഴൊന്നും തന്നെയും ഈ താറാക്കളുടെ സാമ്പിൾസ് ഇത്തരം വലിയ ലബോറട്ടറികൾ കൊണ്ടുപോയിട്ടില്ലേ? കൊണ്ടുപോകാത്തത് കൊണ്ടാണോ നമുക്ക് ഇപ്പോൾ കൊണ്ടുപോയപ്പോൾ H5 ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ചുരുക്കി. അതെ, തീർച്ചയായിട്ടും. പണ്ട് ഇത്തരത്തിലുള്ള ശാസ്ത്രീയ പഠനങ്ങൾ വളരെ കുറവായിരുന്നു. കാരണം വൈറോളജി സ്റ്റഡീസ് ഉണ്ടാകുമായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നും ഇത്തരം സാമ്പിളുകൾ എടുക്കുക, ഇത്തരം പകർച്ചവ്യാധികൾ വരുമ്പോൾ അല്ലെങ്കിൽ പക്ഷികൾ ചത്തൊടുങ്ങുമ്പോൾ വൈറോളജി സ്റ്റഡീസ് നടത്തുക തുടങ്ങിയിട്ടുള്ള ഏർപ്പാടുകൾ നമ്മുടെ നാട്ടിൽ വളരെ കുറവായിരുന്നു. അതെപ്പോ? അപ്പോ ഇത് മോഡേൺ തുടങ്ങിയതാണോ? ഈ 2014 തുടങ്ങിയതാണോ? മുൻകാലങ്ങളിലൊക്കെ തന്നെയും താറാക്കൾ ചാവുമ്പോൾ അതത് പ്രധാനപ്പെട്ട ലബോറട്ടറികളിൽ നാം കൊണ്ടുപോകാറില്ലേ? അപ്പോഴൊന്നും തന്നെ നമുക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാകാതിരിക്കുകയായിരുന്നു എന്നാണോ പറയുന്നത്? എനിക്കത് മനസ്സിലാകുന്നില്ല. ഒരു ഡോക്ടറായ താങ്കൾ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ 2014 ലബോറട്ടറി ഉണ്ടായതെന്നാണോ? ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം മനസ്സിലാക്കുക, അത് വളരെ വ്യക്തമാണ്. കാരണം ഈ H1 ഇത്തരത്തിലുള്ള വൈറസുകൾ ഇപ്പം തന്നെ 1997 ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചത്. അപ്പോൾ വളരെ അടുത്ത കാലത്താണ് ഇത്തരം വൈറസുകളിൽ എമർജ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അത്തരം എപ്പിഡമിക്സും ഈ വൈറസ് കൊണ്ടുള്ള എപ്പിഡമിക്കുകളും ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടത് ഈ അടുത്ത കാലത്താണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ളൊരു സംഭവം കഴിഞ്ഞ 2004 എങ്ങാണ്ട് ഉണ്ടായിരുന്നു പറയുന്നു. ആ സമയത്ത് പോലും ഒരു ശാസ്ത്രീയമായ ഒരു പഠനം നടത്തിയിട്ടല്ല ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ മോഡേൺ മെഡിസിൻ അഡ്വാൻസ് ചെയ്തിരിക്കുന്ന ഈ കാലത്ത് ഇനി ഇത്തരത്തിലുള്ള എപ്പിഡമിക്സ് വരുമ്പോൾ, പ്രത്യേകിച്ച് പക്ഷികൾ ഒന്നടങ്കം ചത്തൊടുങ്ങുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കും, ശാസ്ത്രീയ പഠനം നടത്തുന്നതൊക്കെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് അതിനെ ഒരു കുറച്ച് കാണാൻ കഴിയില്ല. തുടരുക. ഇവിടെ ശ്രീ തോമസ് ചാണ്ടി, മുമ്പ് അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ ചൈനയിലാണ് പക്ഷിപ്പനി ബാധ കണ്ടത്. അവിടെ
WHO മാനദണ്ഡ പ്രകാരം ആകെ പക്ഷികളെ തന്നെയും കൊന്നൊടുക്കുകയോ അല്ലെങ്കിൽ ചുട്ടരിക്കുകയോ ചെയ്ത് ആ വൈറസിനെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുകയാണ്. നമ്മൾ അനുശാസിക്കേണ്ടത് പക്ഷേ അങ്ങനെയല്ല. വളരെ ഏതൊക്കെ മേഖലകളിലാണോ ഇതുണ്ടായിട്ടുള്ളത് അതുമാത്രം നിർമ്മാർജ്ജനം ചെയ്താൽ മതി, അങ്ങനെ ഈ വൈറസ് പൊയ്ക്കൊള്ളും എന്നതാണ് താങ്കളുടെ പ്രായോഗിക ബുദ്ധി പറയുന്നത്. നികേഷേ, ഞാൻ ചോദിക്കുന്നേ, ഈ കുട്ടനാട്ടിൽ എൻ്റെ നിയോജകമണ്ഡലത്തിൽ തന്നെ 13 പഞ്ചായത്തുകളുണ്ട്. ഇതിൽ 2 പഞ്ചായത്തുള്ള എഫക്റ്റഡ്. അതുകൊണ്ട് ഉടനെ തന്നെ പട്ടാളം തോക്കുമായിട്ട് എന്ന് ബാക്കി 11 പഞ്ചായത്തിലെ താറാവിനെ എല്ലാം വെടിവെച്ചു കൊള്ളുന്നു. എനിക്ക് പറയാനൊക്കോ, എഫക്റ്റഡ് ഏരിയയിൽ നിന്ന് താറാവിനെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ആദ്യം നിരോധിക്കുക. അവിടെയുള്ള താറാവുകളെ കർഷകർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് കൊല്ലുക. വീണ്ടും നമ്മൾ എവിടെങ്കിലും കണ്ടാൽ അങ്ങോട്ട് പോകും. അല്ലാതെ ഇപ്പം പെട്ടെന്ന് ദേശം അടച്ച് വെടിവെക്കാൻ നോക്കുമോ? ഇതുപോലെ നടക്കുന്ന കാര്യമാണോ? ഇതിന് മുമ്പ് ഉണ്ടായിട്ടുള്ളത് കൊണ്ടും ഞങ്ങൾക്ക് കുട്ടനാട്ടുകാർക്ക് ഇതൊരു സാധാരണ സംഭവം ആയതുകൊണ്ടാണ് കർഷകർ അങ്ങനെ പറഞ്ഞത്. എന്നിട്ടും ഗവൺമെന്റ് നിങ്ങളുടെ ചാനലുകളിൽ വന്ന വാർത്തയെ അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ആവശ്യത്തിനുള്ള നടപടി ഇപ്പൊ എടുത്തിട്ടുണ്ട്. ആദ്യം 75, 37 ഒക്കെ പറഞ്ഞത് ഇപ്പൊ 200 ആക്കി എടുത്ത് ഞങ്ങൾ താറാവിന്റെ വില. ആദ്യം 17, 30 ഒക്കെ പറഞ്ഞ കൊച്ചു താറാവിന്റെ വില 100 ആക്കി എടുത്തിട്ടുണ്ട്. കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ലാഭമെങ്കിലും അല്ലെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഗവൺമെന്റിനോട് സഹകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടാണ് അവർ പോയിരിക്കുന്നത്. അതുകൊണ്ട് കുറെ താറാവുകളെ ആ പ്രദേശത്ത് കൊല്ലുക എന്നും കണ്ട് ദേശം ഒരു താറാവ് പോലും ചത്തിട്ടില്ലാത്ത പഞ്ചായത്തിൽ കയറി അടുത്ത പഞ്ചായത്തിൽ അസുഖം വന്നിട്ടുണ്ട്, കൊല്ലണമെന്ന് പറയാൻ ഒക്കുവോ? തുടരുക. ശ്രീ കെ പി മോഹനൻ, 2 മാസം മാത്രം പ്രായമായവയ്ക്ക് 75 രൂപ, അതിനേക്കാൾ വലുപ്പമുള്ളതിന് 150 രൂപ. നേരത്തെ കേന്ദ്ര സർക്കാരും 35 രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ 150 35 എന്നാണോ അതോ 35 അടക്കം 150 എന്നാണോ? 35 35 കിട്ടില്ല. സാധാരണഗതിയിൽ അത് 18 രൂപയെ കിട്ടാൻ സാധ്യതയുള്ളൂ ഒരു ഇതിന്. പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പൊ 75 രൂപയാണ് ഞങ്ങൾ 2 മാസം പ്രായം കുറഞ്ഞതിനും 2 മാസത്തിൽ കൂടുതലുള്ളതിന് 150 രൂപയും പ്രഖ്യാപിച്ചു. അത് പോരാ എന്നതാണ് കർഷകരുടെ വാദം. അതിനെക്കുറിച്ച് നാളെ കാലത്ത് ബഹുമാനപ്പെട്ട ഹോം മിനിസ്റ്റർ എന്ന് പറഞ്ഞ് നാളെ കാലത്ത് നടക്കുന്ന ക്യാബിനറ്റിൽ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്ത് ഇനി കൂടുതൽ ലഭ്യമാക്കാൻ നടപടി ലഭ്യമാക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുന്നതാണ്. അപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം കർഷകനെ സഹായിക്കണം എന്ന് തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തുള്ളത്. പരമാവധി സഹായിക്കാൻ മുന്നോട്ട് വരും. ശ്രീ കുഞ്ഞുമോൻ, 75 രൂപയും 150 രൂപയും ഇതാണ് ഗവൺമെന്റിന്റെ പാക്കേജ്. നിങ്ങൾ തൃപ്തരാണോ അതിന്? അതിന് ഞങ്ങൾ തൃപ്തരല്ല. കാരണം ഞങ്ങൾക്ക് 75 രൂപ എന്ന് പറഞ്ഞാൽ 30 ദിവസം പ്രായമാകുന്ന താറാവിന് അതിന് 75 രൂപ കൊടുത്താണ് ഞങ്ങൾ മേടിക്കുന്നത്. ആ സ്ഥാനത്ത് 2 മാസമായ താറാവിനെ നിങ്ങൾ പറയുക 75 രൂപ തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ തൃപ്തിപ്പെടാൻ ഒക്കും. പിന്നെ 250 രൂപ ഞങ്ങൾക്ക് കിട്ടുന്ന ഈ താറാവിന് 200 രൂപയെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് മുതലാകത്തില്ല. അതേ പറയുന്നുള്ളൂ. കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദുരിതം താങ്കൾക്ക് നേരിട്ടറിയാവുന്നതാണല്ലോ. 200 രൂപയെങ്കിലും കുറഞ്ഞത് വേണം. മിനിസ്റ്റർ ശ്രീ കെ പി മോഹനൻ, 200 രൂപയെങ്കിലും കുറഞ്ഞത് വേണം. അതാണല്ലോ ഹോം മിനിസ്റ്റർ അടക്കം ഞങ്ങൾ കർഷകരോടും ചർച്ച ചെയ്യുന്നു, പിന്നീട് നടന്ന യോഗത്തിലും ചർച്ച ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് കർഷകരുടെ ആവശ്യം എന്നത് ക്യാബിനറ്റിൽ ധരിപ്പിക്കുന്നതാണ്. പരമാവധി സഹായങ്ങൾ കൊടുക്കണം എന്ന് തന്നെയാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. വ്യക്തമാണ്. വളരെ നന്ദി ശ്രീ ടി സുരേഷ്, ശ്രീ കുഞ്ഞുമോഹൻ, ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ കെ പി മോഹനൻ, ശ്രീ VS ശിവകുമാർ, ശ്രീ തോമസ് ചാണ്ടി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് 8 സവറിലെത്തിയതിന് ഇടവേള.